ഇന്ന് നാളെ വിജയദശമിയും ഇന്ന് മഹാനവമിയുമാണ്. നവരാത്രിയോടനുബന്ധിച്ച് സംസ്ഥാനത്തൊക്കെ നമ്മുടെ രാജ്യം മുഴുവൻ ആഘോഷിക്കുന്നതാണ് നവരാത്രി ഫെസ്റ്റ്. ദസറയൊക്കെ ഉത്തരേന്ത്യയിലെ വലിയ ആഘോഷമാണ്. ഇപ്പം കേരളത്തിൽ അത്രയും ഉത്തരേന്ത്യക്കാർ ആഘോഷിക്കാൻ അത്രയും ഒരു ഇൻറ്റൻസിറ്റിയിലൊന്നും നമ്മൾ ആഘോഷിക്കാറില്ല. എങ്കിലും ഇവിടെയും നവരാത്രി ആഘോഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷേത്രങ്ങളിലൊക്കെ പ്രത്യേക പൂജകളും അതേപോലെ ഉത്സവ അന്തരീക്ഷവും ഒക്കെയാണ് നവരാത്രിയുമായിട്ട് ബന്ധപ്പെട്ട്. പ്രത്യേകിച്ച് ഈ അവസാനത്തെ 3 ദിവസം, ഇന്നലത്തെ ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി, ഈ ദിവസങ്ങളിലൊക്കെ പ്രത്യേക പൂജകളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇന്നിപ്പോൾ രാവിലെ ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ ഒരു 5:30 മണിക്കൊക്കെ ഓഫീസിലോട്ട് ഇറങ്ങുമ്പോഴത്തേനും വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല. രാവിലെ നമ്മളൊന്ന് ഓണായിട്ട് വരുന്ന സമയം, ആളുകളൊക്കെ എഴുന്നേറ്റ് വരുന്ന സമയമാണല്ലോ 5:30 മണി, 5 മണി, 5:30, 6 മണിക്കിടയ്ക്കുള്ള ഒരു സമയം. പക്ഷേ ഇന്ന് രാവിലെ വരുമ്പോൾ പതിവില്ലാതെ ഭയങ്കര തിരക്കായിരുന്നു. അത്യാവശ്യം ബ്ലോക്കൊക്കെ, ട്രാഫിക് ബ്ലോക്കൊക്കെ ആയിട്ടാണ് ഓഫീസിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പം ഈ ഉത്സവ ഇതിൻ്റെയൊക്കെ ഭാഗമായി, മഹാനവമിയുടെയൊക്കെ ഭാഗമായിട്ട് ആളുകളൊക്കെ ഇനി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകുന്നതായിരിക്കും. ഇപ്പം അവധിയും കൂടെയൊക്കെ ആണല്ലോ, അപ്പോൾ ചിലപ്പോൾ ട്രിപ്പൊക്കെ പോകുന്നതായിരിക്കും, ചിലർ ക്ഷേത്ര സന്ദർശനമൊക്കെ നടത്തുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നില്ല. നമുക്ക് കാര്യത്തിലേക്ക് കടന്നാൽ മഹാനവമിയോടനുബന്ധിച്ച് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ വലിയ ഭക്തജന തിരക്കുണ്ട്. അവിടെ പ്രത്യേക പൂജകളുണ്ട്. ഇതിനൊക്കെയും പുറമെ ചരിത്ര പ്രസിദ്ധമായ രഥോത്സവം ഇന്നാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ. ഉച്ചയ്ക്ക് 1:15 മണിക്കാണ് ഈ രഥോത്സവം നടക്കുക. നാളെയാണ് വിദ്യാരംഭം. അതിനുവേണ്ടി കുഞ്ഞുമക്കളും വീട്ടുകാരും ഒക്കെയും അവിടെ എത്തിയിട്ടുണ്ടാകും. കൂടുതൽ വിവരങ്ങൾ നമുക്ക് സരീഷ് പിക്കോട് ചോദിക്കാം. കാരണം സരീഷ് പിക്ക് അവിടെ ഉണ്ട്, കൊല്ലൂർ മൂകാംബികയിലുണ്ട്. സരീഷേ, ഗുഡ് മോർണിംഗ്. അപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിന് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് വിദ്യാരംഭവും നവരാത്രി ആഘോഷവും എന്നുള്ളത് ഇപ്പോൾ നമ്മളിപ്പം പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളല്ല, കുഞ്ഞുമക്കൾ അവർ ആദ്യാക്ഷരം കുറിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കൊല്ലൂർ മൂകാംബിക എന്ന്. ഇന്നത്തെ ദിവസം ചരിത്ര പ്രസിദ്ധമായ രഥോത്സവം ഒക്കെയുണ്ട്. അപ്പോൾ ഒരുക്കങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞോ? എത്രയാണ് ഭക്തജന തിരക്ക്, എങ്ങനെയാണ്? പറഞ്ഞോളൂ സരീഷ്. സേതു, അക്ഷരദേവിയുടെ മുറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വിദ്യാരംഭ ചടങ്ങുകൾക്കൊപ്പം തന്നെ എല്ലാ ദിവസവും, അതായത് നമ്മുടെ നാട്ടിലൊക്കെ വിദ്യാരംഭ ദിവസം മാത്രമാണ് ക്ഷേത്രങ്ങളിൽ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടക്കുന്നത്. പക്ഷേ മൂകാംബികയിൽ അങ്ങനെയല്ല. 365 ദിവസവും എല്ലാ ദിവസവും ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വന്ന് എഴുതുക അല്ലെങ്കിൽ ആദ്യാക്ഷരം കുറിക്കാം എന്നൊരു സൗകര്യം ഇവിടെയുണ്ട്. കാരണം മൂകാംബിക ദേവി എന്ന് പറയുന്നത് അക്ഷരത്തിൻ്റെ ദേവിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാധാന്യം അത്രത്തോളം ഉണ്ട്. കാരണം വിജയദശമിക്കും മഹാനവമിക്കുമൊക്കെ അത്രത്തോളം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ വർഷത്തിൽ 2 തവണയാണ് രഥോത്സവം നടക്കുന്നത്. ഒന്ന് രഥോത്സവ ചടങ്ങ് തന്നെയാണ്, മറ്റൊന്ന് ഈ നവരാത്രിയുടെ ഭാഗമായി മഹാനവമിയുടെ ഭാഗമായി ഒക്കെ നടക്കുന്ന രഥോത്സവം. അതാണ് ഇന്ന് നടക്കുന്നത്. ഇപ്പോൾ വിശേഷാൽ പൂജകൾ നടക്കുകയും അതിനുശേഷം ശീവേലി പൂർത്തിയാക്കുകയും ചെയ്ത ശേഷം ദേവി തിരിച്ച് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഭക്തർക്ക് ദർശനത്തിനുള്ള സൗകര്യമാണ്. 11:15 ചണ്ഡിക യാഗം നടക്കുക. ആ പ്രധാനപ്പെട്ട ഈ രഥോത്സവത്തിന് മുന്നോടിയായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നാണ് ചണ്ഡിക യാഗം എന്ന് പറയുന്നത്. ആ ചണ്ഡിക യാഗം കഴിഞ്ഞ് ചില വിശേഷാൽ പൂജകൾ കൂടിയുണ്ട്. അതിനുശേഷമാണ് പുഷ്പാലങ്കൃതമായ രഥത്തിൽ ദേവി പുറത്തേക്ക് എഴുന്നള്ളുന്നത്. ആ എഴുന്നള്ളത്ത് എന്ന് പറയുന്നത് അതിവിശിഷ്ടമാണ്. കാരണം തൻ്റെ ഭക്തജനങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും നൽകുന്നതിൻ്റെ ഭാഗമായി, തങ്ങളുടെ ഭക്തരെ നേരിട്ട് കാണുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള എഴുന്നള്ളത്ത് എന്നുള്ളതാണ്. എന്തായാലും അത് കാണാൻ നിരവധി ആളുകളാണ് കേരളത്തിൽ നിന്നുൾപ്പെടെ, മലയാളികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. അമ്മേ, കേരളത്തിൽ നിന്നാണ്? എവിടുന്നാണ്? കേരളത്തിൽ നിന്ന്. എവിടുന്നാണ്? എല്ലാ വർഷവും വരാറുണ്ടോ? കുറേ വർഷമായി. കാസർഗോഡ്, നെല്ലേശ്വരം, തൈക്കടപ്പുറം. ഈ രഥോത്സവത്തിന്റെ ഭാഗമായിട്ട് തന്നെ വരാറുണ്ടോ? എല്ലാ പ്രാവശ്യവും അല്ലെങ്കിൽ വിദ്യാരംഭത്തിന്റെ ഭാഗമായിട്ട് മക്കളെല്ലാം കൂട്ടി വരും. പിന്നെ രഥോത്സവത്തിന് തീർച്ചയായിട്ടും അമ്മനടുത്ത് വരും. അതൊരു പ്രാർത്ഥനയാണ്, വിശ്വാസമാണ്. എവിടുന്നാണ് ചേട്ടാ? സാർ, ഞാൻ ഇവിടെ കരിയാട് പനൂർ മുനിസിപ്പാലിറ്റി പെട്ടതാണ്. വർഷാവർഷം വരാറുണ്ട്. പിന്നെ അത് ദേവീനെ ചില അനുഭവിച്ചറിഞ്ഞാലേ പറയാൻ പറ്റും. നമുക്ക് സാറോട് പറഞ്ഞാൽ നമുക്ക് വിളിപ്പുറത്ത് കേൾക്കുന്ന ദേവിയാണിത്, യാതൊരു സംശയമില്ല. വർഷാവർഷം വരാറുണ്ട്. നമ്മുടെ സുഹൃത്താണ് പൈത്രമാഷം. പക്ഷേ ഈ ഇന്നത്തെ ചടങ്ങുകൾക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കാരണം രഥോത്സവമാണ്. ആ രഥോത്സവത്തിൽ നിന്ന് കിട്ടുന്ന നാണയങ്ങൾക്കൊക്കെ വലിയൊരു വലിയൊരു കാര്യം കാണുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസത്തിലൂടെ ഭാഗമാണോ? അതായത് ഇത് വിദ്യാരംഭം എന്ന് പറയുന്നത് കേരളീയരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അത് ചെറിയ മക്കളെ പോലും ഇവിടെ കൊണ്ടുവന്നിട്ട് അരിയിൽ എഴുതിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ പ്രായമായി വരുന്തോറും ആ ഈ ഒരു പുതുക്കലാണ്. ദൈവമായിട്ട് അടുത്ത് ഇടപെടാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു കാലഘട്ടം. ഇതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്, അറിയുക തന്നെ വേണം.
എല്ലാവരും പറയുന്നത് ഒരു കാര്യം മാത്രമാണ്. കാരണം ഇവിടെ എത്തുക, ആ ദേവീക്ഷേത്രത്തിലെത്തി, അതായത് മൂകാംബികയിലെത്തി ഇതൊന്ന് കാണുക, ഒന്ന് അമ്മയെ കാണുക, അതോടൊപ്പം തന്നെ ഈ എഴുത്തിനിരുത്തൽ ചടങ്ങിൻ്റെ ഭാഗമാവുക, അത് വലിയൊരു അനുഭവമായി തന്നെയാണ് എല്ലാവരും കാണുന്നത്. നമുക്ക് പ്രായഭേദമന്യേ ആളുകളൊക്കെ ഇങ്ങോട്ട് എത്തുന്നത് കാണാം. എവിടുന്നാണ് വരുന്നത്? കാസർഗോഡ്. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നത്. കൊല്ലത്തിന് ആൾക്കാരെല്ലാം കൂടുതൽ സമ്മതിക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നത്. ഓക്കെ, എല്ലാം നമുക്ക് കാണാം, ഈ ക്യൂ കാണാം. ഇത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ ചുറ്റമ്പലത്തിന് പുറത്തുള്ള ക്യൂ ആണ്. ആ ക്യൂ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക്, അതായത് ക്ഷേത്ര പ്രവേശന കവാടത്തിന് പുറത്തേക്ക് ഇപ്പോൾ നീളുന്ന ഒരു സാഹചര്യമാണ്. അത്രത്തോളം ഭക്തർ ഓരോ സമയത്തും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഭക്തരുടെ എണ്ണത്തിൽ വലിയൊരു വർധനവ് ഇനിയും ഉണ്ടാവാനുണ്ട്. കാരണം 9 മണിക്ക് ശേഷം കൂടുതൽ ഭക്തരെ ഇങ്ങോട്ടേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അതിന് മുൻപ് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ രഥോത്സവം എന്ന് പറയുന്നത് പുഷ്പാലങ്കൃതമായ രഥമാണ്. ആ പുഷ്പാലങ്കൃതമായ രഥം തയ്യാറാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ രഥത്തിലാണ്, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ രഥത്തിലാണ് ദേവിയെ ഇന്ന് ഉച്ചയ്ക്ക് ഈ ശ്രീകോവിലിന് പുറത്ത് പ്രദക്ഷിണം നടത്തുന്നത്. ആ പ്രതിഷ്ഠ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയും, സാധാരണ ശിവേലിയിൽ കൊണ്ടുവരുന്ന അതേ പ്രതിഷ്ഠ തന്നെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിക്കുകയും അതിനുശേഷം ആളുകൾ, ഭക്തർ തന്നെ വലിച്ച് ഈ പ്രദക്ഷിണം പൂർത്തിയാക്കുകയും ചെയ്യും. ആ പ്രദക്ഷിണം പൂർത്തിയാക്കി ശ്രീകോവിലിന് മുന്നിലേക്ക് എത്തിച്ച ശേഷമാണ് പൂജിച്ച നാണയങ്ങൾ പുറത്തേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ചടങ്ങുള്ളത്. അത് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു, അമ്മയുടെ അനുഗ്രഹം നൽകുന്നു എന്നതാണ്. ആ അനുഗ്രഹം ലഭിച്ചാൽ, അല്ലെങ്കിൽ ആ നാണയം, ഒരു നാണയമെങ്കിലും ലഭിച്ചാൽ അത് ജീവിതത്തിൽ ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ എല്ലാ പൂർത്തിയാക്കി, പൂജകളും പൂർത്തിയാക്കി ആ ചടങ്ങിനായുള്ള കാത്തിരിപ്പാണ്. അതോടൊപ്പം തന്നെ വിദ്യാരംഭം, നാളെ വിദ്യാരംഭമാണ്. രാവിലെ 3 മണിക്ക് തന്നെ നട തുറന്ന് 4 മണി മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കും. ഓക്കെ സതീഷേ, ശരി. അപ്പോൾ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടതൊക്കെയും. വലിയ ഭക്തജന തിരക്കാണ്. പ്രത്യേക കാസർഗോഡ് നിന്നാണ് കൂടുതൽ പേര്. കാസർഗോഡ് നിന്ന് അവിടോട്ട് പോകാൻ കുറച്ചും കൂടി എളുപ്പമാണല്ലോ, കർണാടകയല്ലേ, അപ്പോൾ പെട്ടെന്ന് പോകാൻ എളുപ്പമാണ്. പിന്നെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഇങ്ങനെ പറഞ്ഞ് ഈ ഒരുപാട് പേര് ഈ സ്ഥിരമായിട്ട് പോകുന്നവരെയൊക്കെ എനിക്കറിയാം, എല്ലാ മാസവും പോകുന്ന ആൾക്കാരെയൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് വിചാരിച്ചിരുന്നാൽ പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല, അതിനൊരു സമയം വേണമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട്. ഞാനും ഇതുവരെ പോയിട്ടേ ഇല്ല. ഒരുപാട് പലവട്ടമൊക്കെ ആഗ്രഹിച്ചതും ഒന്ന് പ്ലാൻ ചെയ്തൊക്കെയാണ്, പക്ഷേ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പം ഒന്നും കൂടി ഒന്ന് കാര്യമായിട്ടൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ഒരു ദിവസം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ പോകണം. അവിടെ ഇപ്പോൾ ക്ഷേത്രം മാത്രമല്ല, പിന്നീട് കാണാൻ ഒത്തിരി സ്ഥലങ്ങളും ഒക്കെ ഉണ്ടല്ലോ അതിന് തൊട്ടടുത്തായിട്ടൊക്കെ. ഈ സർവജ്ഞ പീഠമൊക്കെ അവിടെയാണല്ലോ.